സ്റ്റൈലൻ ഷർട്ടാണല്ലോ. മക്കളെ പാട്ടറിയാം, ഉഗ്രം പാട്ടാണ് കേട്ടോ. നല്ല ഉഗ്രം സെലക്ഷനാണ്. മ്യൂസിക് ജി ദേവരായ മാസ്റ്ററാണ്. പിന്നെ പാടിയിരിക്കുന്ന യേശുദാസ് സാറാണ്. ഈ സിനിമ ഏതാണ്? ഹൃദയമൊരു ക്ഷേത്രം. ഹൃദയമൊരു ക്ഷേത്രം. പക്ഷെ ഇത്രയും സന്തോഷം പാടില്ല കേട്ടോ ഈ പാട്ട് പാടുമ്പോ. മുഖമൊക്കെ ഇങ്ങനെ സങ്കടം പോലെ വെക്കണം. അപ്പൊ ഇങ്ങനെ പാടണം. എങ്ങനെ പാടണം പറഞ്ഞേട്ടാ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനിൽ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. അങ്ങനെ പാടണേ. അല്ല പിന്നെ അവസാനം പോയത് നന്നായി. അവിടെ വരുമ്പോ സന്തോഷം. ഓക്കെ, അതിനൊരു പാടറേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർ
വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. എന്റെ കുഞ്ഞി മകനെ, എന്തു നിനക്ക് എത്ര അധികം ടാലന്റ് തന്നിട്ടാണ് നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കണേ അവിടെ നിന്ന്. ആഹാ, അപ്പൊ ശരിക്ക് അവിടത്തേക്ക് ഒരു വലിയൊരു നമസ്കാരമുണ്ട്. അവനെ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നതില്, ഒരുപാട് സംഗീതം നിറച്ചു വെച്ചിരിക്കുന്നതിന്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത്രയും ഇമോഷണൽ എക്സ്പ്രഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. ഒരു നോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന നോട്ട് ഇവിടെ 440 ഹെർട്സ് ഒരു ഫ്രീക്വൻസി, അതൊരു സൗണ്ടാണ്. ആ സൗണ്ടിന് ജീവൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാട്ടുകാരന്റെ എന്തോ ഒരു എക്സ്പ്രഷനാണ്. അത് ലൈഫിന്റെ എക്സ്പ്രഷനാണ്, മ്യൂസിക്കിന്റെ എക്സ്പ്രഷനാണ്, ഇംപ്രഷൻസ് ആണ്. അതൊരു പാട്ടുകാരനെ കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമേ അത് പാടിയതായിട്ട് നമുക്ക് കരുതാൻ പറ്റൂ. അപ്പൊ നീ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. പണ്ട് ദേവരായ മാസ്റ്റർ ഇത് പാടി കേട്ട്, നേരിട്ട് അദ്ദേഹം ഹാർമോണിയം വെച്ചിട്ട് പാടി കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഓരോ ഏരിയയും അതെങ്ങനെയാണ് അദ്ദേഹം അത് കണ്ടെത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള പറയാതെ പറയലായിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അത്രത്തോളം ഹൃദയാർദ്രമാണ് നിന്റെ പാട്ടെന്ന്. ഇന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര, ആ സുന്ദര എന്ന് പാടിയത് കൊതിച്ചു പോയി കേട്ടോ. നെടുവീർപ്പുകൾ, അതിലിങ്ങനെ ഒരു മോഡുലേഷൻ കൊടുത്തില്ലേ, അച്ചുടു എന്നുള്ളത് നീ കൊടുത്ത ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആനന്ദ മുകുളങ്ങൾ ജനിക്കട്ടെ, ആ ആനന്ദ മുകുളങ്ങൾ, അതില് എന്തോ ഒരു ഹോപ്പിന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീനുകുട്ട, ഒരു ഹോപ്പ് കൊടുക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ, അങ്ങനെ ഒരു ഫീല് അതിനകത്ത് ഉണ്ടായിരുന്നു. എവിടെയാണെങ്കിലും എവിടെ എന്നെടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അതൊക്കെ അവൻ വേണമെന്ന് വെച്ചാണ്, അവനെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് കയ്യടി അവിടെ അർഹിക്കുന്നത്. ഡീറ്റെയിൽസ് അത്രയും ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രഷർ പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കണുണ്ടേ. ഞാൻ ഇത്രയധികം പ്രഷർഡ് ആവണം എന്തിനൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ സ്റ്റേജ് വരുന്നോട്ട് അവസാനിപ്പിക്കുന്നവരെ എനിക്ക് പ്രഷറാണ്, എനിക്ക് പേടിയാ. അയ്യോ കുഞ്ഞാണേ, എന്നെ രക്ഷിക്കണേ, പോലെ ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അവനെ നോക്കിയില്ല, ഞാൻ കണ്ണടച്ചിരുന്നു. അങ്ങനെയെങ്കിലും പ്രഷർ കുറയ്ക്കാന്ന്. നീ എന്റെ പ്രഷർ കൂടുന്ന ആളാണേ. അപ്പോഴത്തേക്ക് വന്നു ഗ്ലൂം, അതാണ് ആദ്യം ആ ഗ്ലൂം വന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ എന്ത് രസമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഗ്ലൂം വന്നു. ശരി, അവസാനത്തേക്ക് വന്നപ്പോ എന്തായാലും എണിച്ചെന്ന് കൈയടിക്കാൻ പറ്റില്ല. അപ്പൊ എണിച്ച ഉടനെ ഒരു ഗ്ലൂം വന്നു. അപ്പൊ ഞാൻ എണിക്കുന്നില്ലടേ. മാത്രല്ല സത്യത്തില് ഞാൻ എണിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായി. അതാണ്. അപ്പൊ നമുക്ക് അത് ഇപ്പോഴും ഞാൻ പറയുന്നു, ആ ഗ്ലൂം വരാനായിട്ടുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ, നീ നിന്റെ ഉള്ളിൽ പ്രഷർ ഇടുന്നോണ്ടാണ്. വെളിയിൽ അവൻ ചിരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ പ്രഷർ ഉണ്ട്. ദ പ്രഷർ ടു പെർഫോം. പ്രഷർ ടു പെർഫോം അല്ല വേണ്ടത്, പ്ലഷർ ടു പെർഫോം ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ പ്രഷർ ജസ്റ്റ് ഒന്ന് അതർ സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ, കോയിനെ അടുത്ത സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്ലഷർ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇനി എന്ത് വേണ്ട, എന്ത് വേണം? അപ്പൊ അതാണ് കൺസിസ്റ്റൻസി കൊണ്ടുവരണം. അതിന് സ്വന്തം പ്രഷർ ഇടരുത്. എന്ത് പ്രഷർ ഇല്ലാതെ എത്ര പ്ലഷറോട് കൂടിയാണ് നമ്മുടെ പ്രേക്ഷകര് പാർത്ഥിവനെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് കുട്ടുമണിക്കുട്ടനെ, അല്ലേ ക്യാപ്റ്റൻ? യെസ്, തീർച്ചയായിട്ടും. അത് ആ ഫീൽ ഇങ്ങോട്ടേക്ക് എത്തുക. എനിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇന്ന് എഫേർട്ട്ലെസ് ആയി പാടി. എഫേർട്ട്ലെസ്, അതാണ് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ കാണുമ്പോ എഫേർട്ട്ലെസ് ആയിരുന്നു. അതെ, ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക എന്താണ് ആ കറക്റ്റ് ആ വാക്ക് എന്ന് എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ പെട്ടെന്ന് സാർ പറഞ്ഞപ്പോൾ എഫേർട്ട്ലെസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഹയർ റേഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് പാടി വരിക. കുട്ടുമണിയുടെ റേഞ്ച് അങ്ങനെ കിടക്കുക, ശബ്ദത്തിന്റെ ആ ഒരു റേഞ്ച്. ഞാൻ എപ്പോഴും പറയാറില്ലേ, കുട്ടുമണിയുടെ ആ ഒരു ഓറ ഇന്ന് വിസിബിൾ ആയിരുന്നു. ആക്ച്വലി ആ ഒരു റേഞ്ചിൽ ആ ഒരു നോട്ട് കറക്റ്റ് ഹിറ്റ് ചെയ്തപ്പോഴത്തേക്കും കുട്ടുമണി എന്താണെന്നുള്ളത് കേൾക്കാൻ പറ്റി. ഇതിനു വേണ്ടി ഞാൻ പുതിയ ഒരു എക്സസൈസ് വീണ്ടും കണ്ടു. എന്താണത്? അത് സ്പൊറാനോസ്റ്റിക്ക.
സ്പൊറാനോസ് എന്ത് കാണിച്ചേ നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഫാൾസ് വോയിസിൽ തുടങ്ങും. അങ്ങനെ പതുക്കെ 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 നല്ല ഹെയില് പോകും. അയ്യോ സംഭവം അത് കൊള്ളാട്ടാ. എഫക്റ്റീവ്, അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് നല്ല ഫലം കാണുന്നുണ്ട് എല്ലാത്തിനും കേട്ടോ. എനിക്ക് ഇന്ന് ഏറ്റവും എന്നെ ഹാർഡ് വർക്കറാണ്. അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. അതെ, ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ കുട്ടുമണി എന്തായാലും ഒരു വിന്നറാണ് കേട്ടോ. മിടുക്കൻ. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആകെ 2 ഗ്ലൂം വന്നു. അപ്പൊ ആദ്യത്തെ ഗ്ലൂം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പോട്ടെ, ഒരു ഗ്ലൂം അല്ലേ പോട്ടെ. അവസാനം നോക്കുമ്പോ അവസാനം ഒരു ഗ്ലൂം, കഷ്ടകാലത്തിനൊരു ഗ്ലൂം വന്നുപോയി കേട്ടോ. അത് മാത്രമാണ് ഇന്ന് എനിക്കൊരു വിഷമം. പിന്നെ ആ സസ്റ്റൈൻഡ് നോട്ട്സ് അവസാനം വരുമ്പോഴത്തേക്ക് അത് മനഃപൂർവ്വം ഇട്ടതാണോ? ഫീലിന് വേണ്ടി ഇട്ടാണ്. ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിൽസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് നോക്കി പഠിച്ചു വരികയാണ് നമ്മുടെ കുട്ടുമണിക്കുട്ടി. പക്ഷെ അത് എക്സാജറേഷൻ പാടില്ല. കുറച്ച് വന്നു പൊടിക്ക് എക്സാജറേഷൻ ആണെങ്കിൽ അത് എക്സാജറേഷൻ ആണ്. ഈ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിട്ട് അല്ലേ. പക്ഷെ എന്തായാലും എനിക്ക് കുട്ടുമണിയുടെ ഐഡിയയും ഇന്നത്തെ ഒരു പാടിയ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മിടുക്കനാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മിസ്റ്റർ KMK. കുട്ടുമണിക്കുട്ടൻ. അത് മതിയോ? അതാണ് ഇഷ്ടം. ഓക്കെ, എന്നാ മിസ്റ്റർ KMK എന്തോ ഞങ്ങൾ എന്തിനാ എഴുന്നേറ്റ് കൈയടിച്ചെന്ന് അറിയാമോ? പാടി തീർത്തല്ലോ എന്നോ. ആ ആശ്വാസത്തിനല്ല, പിന്നെ ഞങ്ങളെ എണീപ്പിച്ചത് എന്താന്ന് വെച്ചാൽ ആ കംബാക്ക് ആണ്. പിന്നെ ആ ഫീല്, പാടിയതിലുള്ള ഫീല്, നമ്മുടെ കുറച്ച് നാള് നമ്മൾ മിസ് ചെയ്ത KMK തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇന്ന് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരധാര ഉണരട്ടെ, അതും പിന്നെ ആ പുണ്യ ദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ. ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. ഉഗ്രനായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അനുപല്ലവി മുതൽ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കേറി. അവസാനത്തെ ആ ഗ്ലൂം 2 ഗ്ലൂംസ് അത് മാത്രമാണ് ഒരു ചെറിയ പ്രശ്നം. പിന്നെ ഇന്നും അനുപല്ലവി കേട്ട് വരുന്ന മംഗളം നേരുന്നു ഞാൻ കുണ്ടുപല്ലവി നിർത്തുന്ന ഭാഗമല്ലേ, അത് കുറച്ചും കൂടി സസ്റ്റൈൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പെട്ടെന്നങ്ങ് നിർത്തി, ശ്വാസം കിട്ടാത്തോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പെട്ടെന്നങ്ങ് നിർത്തി. അത് ശ്രുതി പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. സസ്റ്റൈൻ അവിടെ കൂടി കുറച്ചും കൂടി വേണമെന്ന് എനിക്ക് തോന്നി. അതേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിഗംഭീരം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമായി ഇന്ന്. ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ഈ പാട്ടില് ഈ 12 സ്ട്രിങ് ഗിറ്റാർ ഭയങ്കര ഒരു മൂഡാണ്. ദേവരായ മാസ്റ്ററുടെ പല പാട്ടുകളിലും നമുക്ക് കേൾക്കാൻ പറ്റും. പിൽക്കാലത്ത് സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടി, അതിലും 12 സ്ട്രിങ് ഗിറ്റാർ കേൾക്കാം. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് തീർച്ചയായിട്ടും ആ ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഒരു ഭയങ്കര സന്തോഷമായി. അതിന്റെ മ്യൂസിക് ഈ പാട്ടിൽ എന്റെ ഫേവറേറ്റ് ബീജിയം അതെ, അതിനൊരു മൂഡുണ്ട് അല്ലെ. ആ മൂഡുണ്ട്, ആ മൂഡിലേക്ക് വന്നു. പക്ഷെ പൂർണ്ണമായിട്ട് വന്നോ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറയില്ലേ, അതിന്റെ ഇടയിലൂടെ ഒരാൾ ഇറങ്ങിപ്പോയി. അല്ല, ഒരു മാർക്ക് ഇറങ്ങിപ്പോയി, ഒരു മാർക്ക് ചോർന്നു പോയി. അപ്പൊ ആ ഒരു മാർക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, പരമാവധി പിടിച്ചു ശ്രമിച്ചു. എന്നിട്ട് ആദ്യമെങ്കിലും ഇവിടെ നിർത്തിയിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷെ മനസ്സില്ലാ മനസ്സോടെ പോയി കളഞ്ഞു. മംഗളം നേരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ. It is going to be 99 on 100 for Kuttumani Kuttan today. Thank you.